ഐഫ്ലോ ഹണി മാജിക് അവൻ പവർഡ് ബൈ ടേസ്റ്റി നിബിൾസിലേക്ക് സ്വാഗതം. കേരളം മത്സ്യസമ്പത്ത് കൊണ്ട് വളരെ സമ്പന്നമാണ്. കാര്യം കേരളത്തിനെ കുറിച്ച് പറയുന്നതിന് ഇതൊരു കോസ്റ്റലായിട്ടുള്ള ഒരു ഏരിയയാണ്. നമ്മൾക്ക് കടൽ മാത്രമല്ല, കായലുകളും പിന്നെന്താ ഈ ബാക്ക് വാട്ടേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണല്ലോ. കായലുണ്ട്, കടലുണ്ട്, നദിയുണ്ട്, ചെറിയ ചെറിയ കുളങ്ങളുണ്ട്. ഇപ്പം അങ്ങനെ മീൻ വളർത്തൽ എന്ന് പറയുന്നത് ഇപ്പോൾ വളർത്തുന്ന മീനും ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു കുളം പോലെയൊക്കെ വെച്ചിട്ട് മത്സ്യകൃഷി തന്നെയുണ്ട്. പലതരം മത്സ്യക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് അതിനെ വളർത്തുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഇതുകൂടാണ്ട് നമ്മളിങ്ങനെ കടലിൽ നിന്നും മീൻ പിടിക്കും, അതോടൊപ്പം തന്നെ കായലിൽ നിന്നും മീൻ പിടിക്കും. പിന്നെ കടലും കായലും കൂടി ചേർന്ന് കിടക്കുന്ന പൊഴി എന്ന് പറയുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള മീൻ കിട്ടും. ഇതൊക്കെ നല്ല നല്ല സ്വാദുള്ള മത്സ്യങ്ങൾ. നമുക്ക് എന്തുമാത്രം വെറൈറ്റി മത്സ്യങ്ങളാണുള്ളത്. അപ്പം ഏറ്റവും നല്ലത്, ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് മത്സ്യം തന്നെയാണ്. അപ്പം കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ധാരാളം മത്സ്യം ഉണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ അത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ വിഭവങ്ങളും. അപ്പോൾ ഈ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരു നേരം എന്തായാലും മീനില്ലാണ്ട് കാര്യം നടക്കില്ല. ഒരു ചെറിയ മീനായിക്കോട്ടെ, വലിയ മീനായിക്കോട്ടെ, നമ്മളുടെ പേഴ്സിന് ഇണങ്ങുന്ന രീതിയിൽ. അപ്പോൾ ഒരുപാട് വില കൂടിയ മീനൊന്നും വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു ചെറിയ മത്തിയോ അല്ലെങ്കിൽ ഒരു കൊഴുവ പോലെയുള്ള നെത്തോലിയോ എന്തോ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു ഉണക്കമീനെങ്കിലും നമുക്ക് വേണം. അപ്പോൾ എന്തായാലും ഇടയ്ക്കിടയ്ക്കെങ്കിലും കുറച്ച് വലിയ മീനുകളും നമുക്ക് കഴിക്കാൻ സാധിക്കും. പിന്നെ വലിയ വില കൂടിയ മീനുകൾ എന്ന് പറയുമ്പോൾ സീസണലാണ്. ചില മീനുകൾ ഒരു ചാകര പോലെ ചില സമയങ്ങളിൽ നല്ല ലാഭത്തിന് കിട്ടും, ചില സമയം അത് ഭയങ്കര വിലയായിരിക്കും. അപ്പോൾ മീനുകളുടെ കൂട്ടത്തിൽ ഇപ്പം നെമ്മീന് വലിയൊരു പൊസിഷനാണ്. കിങ് ഫിഷ് എന്ന് പറഞ്ഞാൽ ഒരു കിങ്ങിൻ്റെ സ്ഥാനത്താണ്. കാര്യം ദശക്കട്ടി കൂടുതലാണ്, എല്ല് കുറവാണ്. പക്ഷെ അതിനൊരു പ്രത്യേക രുചി എന്ന് പറയാൻ അങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് പോയിട്ടേണ്ട കാര്യമൊന്നുമില്ല. അതിലും സ്വാദുള്ള കുറേ മീനുകളുണ്ട്. അതിലൊരു പ്രധാനിയാണ് നമ്മളുടെ ആവോലി. ആവോലി എന്ന് പറഞ്ഞാൽ 2 തരമാണ്. കറുത്ത കളറിലെ ആവോലിയുണ്ട്, അത് കാണാൻ കറുപ്പാണെങ്കിലും അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാരമാണ്. പിന്നെ വൈറ്റ്, വെള്ള കളറിലെ ആവോലിയുണ്ട്. അങ്ങനെ ആവോലിയിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്ന് അറിയാമോ? ആവോലിയുടെ സീസൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ആവോലി വാങ്ങാൻ നോക്കണം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു അത് മാംസമാണ്. അതിനകത്ത് കിട്ടുന്ന ഫ്ലഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ്. സോഫ്റ്റ് എന്ന് മാത്രമല്ല, ഭയങ്കര സ്വാദുമാണ്. അപ്പോൾ നമുക്ക് നാടൻ രീതിയിലും തയ്യാറാക്കാം, അല്ലാതെ വേണമെങ്കിൽ കുറച്ച് വ്യത്യസ്തമായിട്ടും ചെയ്യാൻ സാധിക്കും. അപ്പോൾ കരിമീൻ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആവോലി കൊണ്ട് നമുക്ക് ചെയ്യാം. എന്തായാലും ഇത്രയും പറഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ? ആവോലിയാണ് ഇന്ന് നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ ചേരുവ. ആ ഇന്നത്തെ ഒരു ഹീറോ എന്ന് പറയുന്നത് ആവോലിയാണ്. അപ്പോൾ ആവോലി കൊണ്ട് നമ്മളൊരു നാടൻ കറിയാണ് തയ്യാറാക്കുന്നത്. വളരെ വ്യത്യസ്തമായതും അതേസമയം നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റിയതുമാണ്. ഇത് ആവോലി മാങ്ങാക്കറി. പച്ചമാങ്ങയും ആവോലിയൊക്കെ ചേർത്തിട്ടൊന്ന് തയ്യാറാക്കി നോക്കൂ. ഈ കറി എന്ത് സ്വാദാണെന്നറിയോ? അപ്പോൾ ഈ ആവോലി മാങ്ങാക്കറി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആവോലി 2 വലുത് കഷ്ണങ്ങളാക്കിയത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ, ഇഞ്ചി 1.5 ടേബിൾ സ്പൂൺ നീളത്തിലരിഞ്ഞത്, പച്ചമുളക് 4 എണ്ണം 2ആയി പിളർന്നത്, തൊണ്ടൻ മുളക് 3ഓ 4ഓ 2ആയി പിളർന്നത്, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മുരിങ്ങയ്ക്ക 1 വലുത് നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചത്, പച്ചമാങ്ങ 1 വലുതിന്റെ പകുതി നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, തേങ്ങ 1 കപ്പ് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തത്, ടൊമാറ്റോ 2 ഇടത്തരം വലിയ ചതുര കഷ്ണങ്ങളായി മുറിച്ചത്, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, ചെറിയ ഉള്ളി 8 എണ്ണം നീളത്തിലരിഞ്ഞത്, വെള്ളം ആവശ്യത്തിന്, വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ. നമുക്കിനി നമ്മളുടെ ആവോലി മാങ്ങാക്കറി തയ്യാറാക്കാം. അപ്പോൾ ഈ ചേരുവകളെല്ലാം ഇവിടെ റെഡിയാണ്. പച്ചമാങ്ങയും മുരിങ്ങയ്ക്കയും ഒക്കെ ഉണ്ട്. പിന്നെ ആവോലി, നല്ല സുന്ദരിയായ ആവോലിയാണ് എൻ്റെ കയ്യിലുള്ളത്. നല്ല കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. അപ്പോൾ ഇനി അടുപ്പ് കത്തിക്കാം. എന്നിട്ട് ഇതൊരു മൺചട്ടിയിൽ ചെയ്താലും വളരെ ഗംഭീരം തന്നെയാണ്. എന്തായാലും ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൽ ചെയ്യുന്നതേ ഉള്ളൂ. ആദ്യം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെ കാര്യങ്ങൾ തുടങ്ങാം. കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ തന്നെ നല്ലൊരു മണം. നമുക്ക് എന്താണെന്നറിയില്ലേ, മലയാളി ആയതുകൊണ്ടാണോ കേരളത്തിൻ്റെ ആൾക്കാർക്കെല്ലാം വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവർ വല്ലാണ്ട് ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് നാടൻ വിഭവങ്ങൾ തയ്യാറാക്കുമ്പോൾ. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ആദ്യം ഉലുവ ഇതൊന്ന് മൂത്ത് തുടങ്ങട്ടെ. അത് കഴിഞ്ഞിട്ട് 3 കാര്യങ്ങൾ. 1 ചെറിയ ഉള്ളി, ഒരു 8ഓ 9ഓ 10ഓ എത്രയാണെങ്കിലും കുഴപ്പമില്ല, നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചത്. അതും അതിനോടൊപ്പം തന്നെ നമ്മൾ ഇഞ്ചി, അത് നീളത്തിനരിയാം, ചതച്ചിടാം, അല്ലെങ്കിൽ ചെറുതായി അരിയാം, എങ്ങനെ വേണമെങ്കിലും ആകാം. ഞാനിപ്പോൾ നീളത്തിന് അരിഞ്ഞു എന്ന് മാത്രം. പിന്നെ പച്ചമുളക്, തൊണ്ടൻ മുളക് എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രംകാർ പറയുന്ന ഒരു കാര്യമാണ് തൊണ്ടൻ മുളക്. ഇത് സാമ്പാർ മുളകാണ്, സാമ്പാറിലൊക്കെ സാധാരണ ഇടുന്നതാണ്. നല്ലൊരു വ്യത്യസ്തമായൊരു രുചി തരും. പിന്നെ പച്ചമുളക്, ഈ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചേർക്കുന്നത്. പിന്നെ കറിവേപ്പില, ഇത്രയും കാര്യം വെച്ചിട്ട് ആദ്യം ഒരു ചെറിയൊരു വഴറ്റൽ. ഉലുവ ചെറുതായിട്ട് മൂത്ത് തുടങ്ങി, തീ ഒരൽപ്പം കുറയ്ക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി 1-1.5 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചതച്ചതാകാം,
നീളത്തിലരിഞ്ഞത് അല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞത്. ഏറ്റവും എളുപ്പം ചതച്ച് ചേർക്കുന്നത്. എല്ലാം കൂടി ഒന്ന് ചതച്ച് ചേർക്കാനാണെങ്കിൽ എന്ത് എളുപ്പം കാര്യങ്ങളാണ്, അരിയണ്ടല്ലോ. അത് വേണമെങ്കിൽ ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി ചെറുതായി ഒന്ന് ചതച്ചിട്ട് ചേർത്താലും മതിയാകും. ഇതോടൊപ്പം നമ്മുടെ തൊണ്ടൻ മുളക് അഥവാ സാമ്പാർ മുളക് പ്രധാന കാര്യങ്ങളായി. ഞാൻ വീണ്ടും തീ അല്പം കൂട്ടി കൊടുത്തു. ഇടയ്ക്ക് ഞാനൊന്ന് കുറച്ചതാണ്. എല്ലാ കാര്യങ്ങളും ഇട്ട് കഴിഞ്ഞിട്ട് തീ കൂട്ടി. ഇനി നമ്മളിതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർക്കാം. കറിവേപ്പില ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റേജിൽ ആദ്യത്തെ കറിവേപ്പില. ഈ കറിയിൽ നമ്മൾ പല പ്രാവശ്യം കറിവേപ്പില ചേർക്കും. ആദ്യം ഒരു തണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് വാടി ചെറുതായി നിറം മാറാൻ തുടങ്ങണം. ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗണായി ഉള്ളിയൊക്കെ ഒന്ന് കളർ മാറി തുടങ്ങുന്ന ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു സമയം. പിന്നെ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളത്തിന് ഞാൻ അളവ് പറഞ്ഞില്ല, 3 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം നമുക്ക് ചേർക്കാം. പിന്നെ കറിവേപ്പിലയും ഇഞ്ചിയും ചെറിയ ഉള്ളിയും തൊണ്ടൻ മുളകും പച്ചമുളകും എല്ലാം വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മൂക്കുന്നൊരു മണം. അതിൻ്റെ കൂടെ ഉലുവയുടെ മണവും കൂടി വരുന്നുണ്ട്. ഒരല്പസമയം 5 മിനിറ്റ്. ഇപ്പം പാകത്തിന് എല്ലാ കാര്യങ്ങളും മൂത്ത് കഴിഞ്ഞു. നല്ല നിറം മാറാൻ തുടങ്ങുന്നു. ഉള്ളിയുടെയൊക്കെ എല്ലാ മണം, പച്ചമുളകൊക്കെ നന്നായിട്ട് വാടി. ഇനി എന്താ ചെയ്യാൻ പോകണം? നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ആദ്യമേ അങ്ങ് ചേർക്കുന്നു. അതിനോടൊപ്പം നമ്മൾ മുരിങ്ങയ്ക്ക, പച്ചമാങ്ങ, ഈ 2 കാര്യങ്ങളും കൂടി ഒരു 2 മിനിറ്റ് ഇങ്ങനെ വഴറ്റണം. ഇത് നമ്മുടെ ആവോലി മാങ്ങാക്കറിയാണ്. അപ്പോൾ പച്ചമാങ്ങ ചേർത്ത്, ഇത് ഹൈലൈറ്റ് എന്ന് പറയുന്നില്ല പച്ചമാങ്ങയാണ്. അപ്പോൾ മാങ്ങയുടെ പുളിയാണ് നമുക്ക് കിട്ടേണ്ടത്. പിന്നെ മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട്, അളവനുസരിച്ചിട്ട് നമുക്ക് എത്ര വേണം അതനുസരിച്ച് ചേർക്കാം. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ 1/2 പകുതി. അപ്പോൾ ഇതൊന്ന് വാടി അത് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഇങ്ങനെ ആക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഒരുപാട് മൂക്കൊന്നും വേണ്ട. മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് ചേർത്താൽ മാത്രം മതി. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. ഒരുപാടൊന്നും വേണ്ട. ടീസ്പൂണാണ്, ചെറിയ സ്പൂൺ. 2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെന്താ, കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ. പൊടികളും ചേർത്ത് അത് ഒരുപാട് മൂപ്പിക്കണ്ട. അതിനകത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു. ഇപ്പം ഏകദേശം 3 കപ്പ് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ 3 കപ്പ് വെള്ളവും ഒഴിക്കും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ എന്തായാലും നമ്മളുടെ കഷ്ണങ്ങളൊക്കെ മുരിങ്ങയ്ക്കയും പച്ചമാങ്ങയൊക്കെ ഒന്ന് പാകത്തിന് വേകാറായി ഇങ്ങനെ വരട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യുക. ഒരു ഷോർട്ട് മാജിക്. ഇപ്പോൾ നമ്മുടെ ചാറ് ഇങ്ങനെ കറക്റ്റായിട്ട്, മീനിൻ്റെ ചാറ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പാകത്തിന് ഇതേ നോക്കൂ, മുരിങ്ങയ്ക്കയുടെ പീസസൊക്കെ ഏതാണ്ട് വെന്ത് കഴിഞ്ഞു. പച്ചമാങ്ങയുടെ പീസസ് ഏകദേശം വെന്ത് കഴിഞ്ഞു. പിന്നെന്താ, തൊണ്ടൻ മുളക് എല്ലാം വാടി വെന്തൊക്കെ റെഡിയായിരിക്കുവാണ്. ഇപ്പോൾ ഇതിൽ മീനിൻ്റെ മണമൊന്നും വന്നു തുടങ്ങിയിട്ടില്ല, അല്ലാതെ നല്ലൊരു മണമുണ്ട്. ഇനി നമ്മളിതിലേക്ക് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിയെല്ലാം അങ്ങനെ ചുരണ്ടി മാറ്റി കഴിഞ്ഞ് ആവോലിയുടെ പീസസ് ഇടാൻ പോവാണ്. അപ്പോൾ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി എന്താണ്, ഇനി നമ്മൾ ഇതിനോടൊപ്പം തന്നെ ടൊമാറ്റോയുടെ കഷ്ണങ്ങൾ, അതൊരു ഇടത്തരം 2 എടുത്ത് വയ്ക്കുക. ആവശ്യാനുസരണം ചേർക്കുക. അപ്പോൾ മാങ്ങയുടെ പുളി നോക്കണം, പുളിയൊക്കെ പാകത്തിനാണോ. അതിന് ഒരുപാട് പുളിയാണെങ്കിൽ ടൊമാറ്റോയുടെ എണ്ണം 2 എന്നുള്ളത് 1 ആയാലും മതിയാകും. എന്തായാലും ഞാനിപ്പോൾ 2 ടൊമാറ്റോ വലിയ കഷ്ണങ്ങളായിട്ട്, ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി കിടന്നൊന്ന് തിളക്കട്ടെ. മീൻ പെട്ടെന്ന് വേകുന്ന മീനാണ്, അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ട. നമുക്കിപ്പോൾ ആവശ്യത്തിന് കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞു. മീനും കൂടി കിടന്നൊന്ന് തിളച്ചാൽ മാത്രം മതി. ഏകദേശം ഒരു 6-7 മിനിറ്റ് സമയം കഴിഞ്ഞു. മീനിൻ്റെ പീസസൊക്കെ വെന്തു. ഇപ്പം നല്ലൊരു മീനിൻ്റെയും കൂടെ മണം വരുന്നുണ്ട്. ആ പച്ചമാങ്ങയുടെ പുളിയും മീനിൻ്റെ മണവും എല്ലാം കൂടി ചേർന്നിങ്ങനെ വരികയാണ്. ഇനി നമ്മൾ ലാസ്റ്റ് എന്താ ചേർന്നത്, ഇതിൽ നമ്മൾ തേങ്ങ നല്ല പേസ്റ്റ് പോലെ അല്ലെങ്കിൽ മഷി പോലെ അരച്ചതാണ് ചേർക്കുന്നത്. അപ്പോൾ 1 കപ്പ് തേങ്ങ അരച്ച് റെഡിയാക്കി വെക്കുക. അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കും. ലാസ്റ്റ് ഏറ്റവും അവസാനത്തെ പരിപാടിയാണ്. ഇതുവരെ നമ്മൾ തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും ചേർത്തിട്ടില്ല.
ഉപ്പാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ തേങ്ങ അരച്ചതാണ് ചേർക്കുന്നത്. 1 കപ്പ് തേങ്ങ ചിരകിയത് അരച്ചത് ചേർക്കും. ഒരല്പം വെള്ളവും കൂടി ചേർക്കാം. അപ്പോൾ ചാറ് എത്ര വേണം അതനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. ആവശ്യം പോലെ ചാറുണ്ടാകും. നല്ല കുറുകിയ ചാറ് ഒരു കുഴപ്പമില്ല. ആവശ്യത്തിന് കാര്യം തേങ്ങയൊക്കെ അരച്ചത് ചേർക്കുമ്പോൾ നല്ലൊരു കൊഴുപ്പ് കിട്ടും, നല്ല തിക്കാകും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ചാറിൻ്റെ അളവ് കൂട്ടുക, വെള്ളം ഒഴിച്ചു കൊടുക്കുക. കണ്ടല്ലോ, എല്ലാം ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇത്ര ചാറേ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇത്രയും വെള്ളം മതി. നിങ്ങൾക്ക് കുറച്ചുകൂടെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളം ചേർത്താലും കുഴപ്പമില്ല. പിന്നെ ഇനി ഇതിൽ പ്രധാനമായിട്ട് ഉപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വേണമെങ്കിൽ ചേർക്കാം. കാര്യം ആ ചാറിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുക. ഇനി കറിവേപ്പില ഞാൻ പല പല സ്റ്റേജിൽ ചേർക്കുമെന്ന് പറഞ്ഞല്ലോ, ഇനി നമുക്ക് ചേർക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില. ഇതിനോടൊപ്പം ഒരല്പം പച്ച വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു ആദ്യം. ഇനി 1 ടേബിൾ സ്പൂണും കൂടി നമുക്ക് ചേർക്കാം. ഇനി ഒരു ചെറിയ തിളയ്ക്കട്ടെ. നമ്മൾ തേങ്ങ ചേർത്തതല്ലേ, ഇനി ഒരു 5 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ആവോലി മാങ്ങാ കറി റെഡി. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, എന്തൊരു സ്വാദായിരിക്കും. നല്ല നാടൻ രുചിയുള്ളൊരു ആവോലിക്കറി. മണം പോലെ കാഴ്ച പോലെ തന്നെ സ്വാദുമാണ്. ആവോലിയുടെ സ്വാദ് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. ഇത് എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും? നല്ല കപ്പയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം, പിന്നെ പുട്ടിൻ്റെ കൂടെ ഒരു നല്ല കോമ്പിനേഷൻ ആയിരിക്കും. പുട്ടും ആവോലി മാങ്ങാക്കറിയും കൂടി എങ്ങനെ ഉണ്ടാകും? നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മളിനി അടുത്ത ചെയ്യാൻ പോകുന്നത് എന്താണ്? പുട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. സാധാരണ പുട്ടല്ല, വളരെ വ്യത്യസ്തമായ, നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു പുട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത ഐറ്റം പുട്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഫൈനൽ സ്റ്റേജിൽ എത്തട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുട്ട് തയ്യാറാക്കുന്നത് കാണാം. ആവോലി മാങ്ങാക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളുടെ ആവോലി മാങ്ങാക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ മാങ്ങയുടെ കഷ്ണങ്ങളും മുരിങ്ങയ്ക്കയുടെ കഷ്ണവും ടൊമാറ്റോയും ഇടയ്ക്കിടയ്ക്ക് മീനിൻ്റെ കഷ്ണവും എല്ലാം കൂടി ചേർന്നിട്ട് ഇത് തേങ്ങ അരച്ച ഒരു കറിയാണ്. ഇനി നിങ്ങൾക്ക് അപ്പോൾ കേരളത്തിൻ്റെ തന്നെ ചില ഭാഗങ്ങളിൽ തേങ്ങ അരച്ച കറി ഇഷ്ടമല്ല, തേങ്ങാപ്പാലാണ് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഏറ്റവും അവസാനം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്തായാലും ആവോലി മീൻ നല്ല പച്ചയ്ക്ക് തന്നെയാണ് അതിനകത്ത് വറുത്തല്ല ഇടേണ്ടത്. ഇങ്ങനെ തന്നെ പോകുന്നതായിരിക്കും അതിന് സ്വാദ് കൂടുതൽ. എന്തായാലും തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, പുട്ടാണ്. പുട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പുട്ടെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഭക്ഷണമാണ്. പണ്ട് തൊട്ടേ ഉള്ള ഭക്ഷണമാണ്. നല്ല ആരോഗ്യത്തിന് നല്ലതാണ്. കാര്യം സ്റ്റീംഡാണ്. ആവിയിൽ വേവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടും ആരോഗ്യപ്രദമാണ്. ഇപ്പോൾ പുട്ടിന് മാത്രമായിട്ട് കടകളുണ്ട്. പുട്ട് ഭയങ്കര ഹിറ്റാണ് ഇപ്പോൾ. സാധാരണ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ അരിപ്പുട്ട്, ഗോതമ്പ് പുട്ട്, പിന്നെന്താ ചമ്പാപ്പുട്ട്, ഇതൊക്കെയാണ് സാധാരണ പുട്ട്. നെല്ല് കുത്തി പച്ചരിയിൽ കുത്തിയെടുത്ത അരി വെച്ചിട്ടുള്ള പുട്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പം അങ്ങനെയൊന്നുമില്ല, പല വെറൈറ്റി പുട്ടുകളാണുള്ളത്. എന്തായാലും ഈ വെറൈറ്റികളുടെ കൂട്ടത്തിൽ നമുക്കൊരു ചെറിയ വെറൈറ്റി ആകാം അല്ലേ? അപ്പോൾ നമ്മളുടെ പുട്ട് ഇന്ന് വെറൈറ്റിയാണ്. ഇത് മൈദാമാവ് കൊണ്ടുള്ളൊരു പുട്ടാണ്. ഇതെങ്ങനെയാണ് ഈ മൈദാമാവ് കൊണ്ട്? ശരിക്കും പറഞ്ഞാൽ നല്ല സ്വാദാണ്. ഇത് ഏതാണ്ട് മരിച്ചീനി പുട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യും. കപ്പ കൊണ്ട് തയ്യാറാക്കുന്ന പുട്ട് പോലെ ഇരിക്കും. നല്ല സ്വാദാണ്, സോഫ്റ്റാണ്. എനിക്ക് പറയാൻ വാക്കുകളില്ല. വർണ്ണിക്കാൻ ഇനി പുതിയ പുതിയ വാക്കുകൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും നല്ലൊരു വിഭവമാണ്. അത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുക. ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദാമാവ് 3 കപ്പ്, വെള്ളം 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, പഞ്ചസാര 1 ടീസ്പൂൺ, തേങ്ങ ചിരകിയത് ആവശ്യാനുസരണം. അപ്പോൾ നമുക്ക് നമ്മളുടെ മൈദാപ്പുട്ട് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ഈ പുട്ട് എന്ന് പറയുന്നത് ശ്രീലങ്കയിലൊക്കെ പറയുന്ന പിട്ട് എന്നാണ്. പിട്ട് നമുക്കിവിടെ ഈ പുട്ടിനെ പിട്ട് എന്ന് പറഞ്ഞാലോ, മൈദാപ്പിട്ട് അല്ലേ, അങ്ങനെയും വേണമെങ്കിൽ പറയാം. അപ്പോൾ 3 കപ്പ് മൈദാമാവ് ഞാനിവിടെ അളന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പാകത്തിന് 1 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ചു തുടങ്ങുമ്പോൾ നമ്മൾ അതിനു മുമ്പ് തന്നെ കുറച്ച് ഉപ്പ്, അതായത് ആവശ്യത്തിന്, ഈ 3 കപ്പ് മൈദ മാവിന് ആവശ്യമുള്ള ഉപ്പ്
1 ടീസ്പൂൺ പഞ്ചസാര. ഈ 2 കാര്യങ്ങളാണ് വെള്ളത്തിൽ ചേർത്തിരിക്കുന്നത്. വെള്ളം ഒന്ന് തിളക്കട്ടെ. അപ്പോൾ വെള്ളം നല്ലൊരു തിള വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലിട്ട പഞ്ചസാരയും ഉപ്പും എല്ലാം പാകത്തിന് അത് നന്നായിട്ട് ഇതിനൊക്കെ അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി കൈയോടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാവെടുത്ത് വെച്ചിരിക്കുകയാണല്ലോ, അതിലേക്ക് ഈ ചൂടുവെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനൊരു തടിത്തവി കൊണ്ട് കൈയെടുക്കാണ്ട് തടിത്തവിയുടെ ബാക്ക് സൈഡ് വലതുവശം വെച്ച് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് കഷ്ണങ്ങൾ ഉണ്ടകളൊക്കെ വരും, കട്ട പോലെയൊക്കെ തോന്നും. പക്ഷേ മാവ് നന്നായിട്ടൊന്ന് വേകും. അപ്പോൾ വെള്ളം എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ട്. വെള്ളം കൂടാൻ പാടില്ല. അപ്പോൾ അതാണ് ഒരു കറക്റ്റ് പാകമാണ്. 3 കപ്പ് മാവിന് 1 കപ്പ് വെള്ളം. അപ്പോൾ 3 കപ്പ് എന്ന് പറയുമ്പോൾ തല തട്ടിയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ, അപ്പോൾ ഇതിൽ കുറച്ച് കട്ടയൊക്കെ ഉണ്ടല്ലോ, ഈ കട്ട ഉണ്ടാകും, എന്തായാലും ഒഴിക്കുമ്പോൾ ഉണ്ടാകും. ഈ കട്ട ഇപ്പം നിങ്ങൾ ചെയ്താൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട. കട്ടയൊക്കെ ഉണ്ടാകും. അത് കട്ട മാറുന്നതിനൊരു ടെക്നിക്കുണ്ട്. അപ്പോൾ ആദ്യത്തെ ഭാഗം കഴിഞ്ഞു. അപ്പോൾ മാവ് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി ഈ മാവ് ഒരു പരന്ന പാത്രത്തിലേക്ക് നമ്മൾ മാറ്റാൻ പോവാണ്. അല്പം തണുക്കാനായിട്ട് വയ്ക്കണം. അപ്പം നമ്മുടെ മൈദ പിട്ടിന് വേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിട്ടെന്നോ പുട്ടെന്നോ പറയാൻ കുഴപ്പമില്ല. അപ്പോൾ ഇതിങ്ങനെ ഒരല്പസമയം തണുക്കാനായിട്ട് വയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകട്ടെ. അത് കഴിഞ്ഞിട്ടാണ് ഈ പുട്ടിൻ്റെ ബാക്കി ഭാഗങ്ങൾ എങ്ങനെയാണെന്ന് കാണുന്നത്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. അപ്പോൾ നമ്മുടെ മൈദയുടെ കൂട്ട്, പുട്ടിൻ്റെ കൂട്ട് ഇപ്പോൾ നല്ലതായിട്ട് തണുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ കുറച്ച് കട്ടയെല്ലാം ഉണ്ടല്ലോ, ഈ കട്ടയെല്ലാം മാറും. അപ്പോൾ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിക്സിയിൽ, ഇപ്പം നമ്മൾ വലിയ ബൗൾ അല്ലെങ്കിൽ ചെറിയ ബൗളിൽ ഇതിപ്പോൾ 2-3-4 പ്രാവശ്യമായിട്ട് ചെയ്താൽ മതി. ഒരടി, ദാറ്റ് ഈസ് ഒരു പ്രാവശ്യം ഒന്ന് ബീറ്റ് ചെയ്യണം. അപ്പോൾ അത് നല്ല പൗഡർ ഫോമിൽ ഇങ്ങനെ പൊടിഞ്ഞു വരും. അപ്പോൾ ഈ വലിയ കട്ടകളെല്ലാം മാറും. അതാണ് ടെക്നിക്ക്. പിന്നെ ഇനി ഇത് നിങ്ങൾക്ക് തോന്നുന്നു ഇതിങ്ങനെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് കുഴഞ്ഞു പോയതുപോലെയോ അല്ലെങ്കിൽ ഈ കട്ട അങ്ങനെ നന്നായിട്ട് ആകാതെ കട്ട ഇളകി വരാണ്ട് കുറച്ചുകൂടെ കട്ടയായി പോകുന്നു ഒക്കെ തോന്നുകയാണെങ്കിൽ ഒരു ശകലം മൈദാമാവും കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്യാം. ഞാനിതൊന്ന് ബീറ്റ് ചെയ്ത് കറക്റ്റ് ഫോമിലാക്കി കൊണ്ടുവരാം. പിന്നെ ഇതേപോലെ തന്നെ ഗോതമ്പ് മാവിലും ചെയ്യാം. ഞാനിപ്പോൾ മൈദാമാവിൽ ചെയ്ത് കാണിക്കുന്നു. നോക്കുക, ആദ്യം അതൊരു വെറൈറ്റിയാണ്. സാധാരണ ആരും മൈദാമാവിൽ പുട്ടുണ്ടാക്കാറില്ല. ഗോതമ്പ് മാവിൽ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ ഇതിൽ ഇങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. കണ്ടോ? അപ്പോൾ നമ്മൾ ഈ രീതിയിലാണ് പൊടിച്ചെടുക്കേണ്ടത്. ഒരു ബീറ്റിംഗ് അത്രേ ആവശ്യമുള്ളൂ. ഒരു ബീറ്റിംഗ് കഴിയുമ്പോൾ അതിങ്ങനെ ഉപ്പുമാവ് പോലെ ഇങ്ങനെ ഭയങ്കര എന്താ പറയുക പൊടിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ മൈദാമാവിൻ്റെ വലിയ കട്ടകളെല്ലാം പോയതേ നോക്കൂ, നല്ല ചെറിയ തരിയായിട്ട് മാറിക്കഴിഞ്ഞു. നല്ല രീതിയിൽ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ച് പുട്ട് കുടം അടുപ്പിൽ വയ്ക്കാം. വെള്ളം തിളക്കട്ടെ. ആ സമയം നമുക്ക് ആദ്യത്തെ കുറ്റി പുട്ട്, അത് സാധാരണ പുട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. ആദ്യം കുറച്ച് തേങ്ങ, നല്ല പച്ച തേങ്ങയാണ് ഏറ്റവും നല്ലത്. കുറച്ച് ഇതിന് തേങ്ങ ഇച്ചിരി കൂടുതലിട്ടാൽ കൂടുതൽ സ്വാദായിരിക്കും. അതിൻ്റെ മേളിൽ നമുക്ക് മാവ്, വീണ്ടും തേങ്ങ, വീണ്ടും മാവ്. ഏറ്റവും മേളിലായിട്ട് നിറയെ തേങ്ങ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ആദ്യത്തെ കുറ്റിപ്പുട്ട് റെഡി. അത് ഫിക്സ് ചെയ്തു. ഇനി എന്താ, അടച്ചു കൊടുക്കാം. ഇനി വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് താഴെ വെള്ളം തിളയ്ക്കും. അത് കഴിഞ്ഞ് ആവി മുകളിലേക്ക് വരും. ആവി വന്നു കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ 2 മിനിറ്റ് ആവി കയറിയാൽ മതി, പുട്ട് റെഡി. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കി ഇരിക്കുന്ന മാവ് കൊണ്ട് അതുപോലെ തന്നെ വീണ്ടും നമുക്ക് പുട്ട് കുറ്റി നിറയ്ക്കാം. ഇപ്പോൾ നന്നായിട്ട് ആവി വന്നു. ആവി വന്നിട്ടൊരു 1 മിനിറ്റ് 2 മിനിറ്റ് മാക്സിമം. 1 മിനിറ്റ് തന്നെ ധാരാളം. അപ്പോൾ ഇനി തീ ഒന്നല്പം കുറച്ചിട്ട് നമുക്ക് പുട്ട് കുറ്റി ഡീമോൾഡ് ചെയ്യാം. എന്നിട്ട് ഇതിൽ നിന്നും പ്ലേറ്റിലേക്ക് കുത്തിയിടാം. ഓക്കെ, അങ്ങനെ നമ്മളുടെ ആദ്യത്തെ
കുറ്റിപ്പുട്ട്, മൈദാ പുട്ട് അഥവാ മൈദാ പിട്ട് റെഡിയായി കഴിഞ്ഞു. ഇതേപോലെ തന്നെ ഗോതമ്പ് മാവിലും പുട്ടുണ്ടാക്കാം. അപ്പോഴും ഇതേ പ്രോസസ്സ് ചെയ്യുക. സാധാരണ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ഗോതമ്പ് പുട്ടിനെക്കാട്ടിലും സ്വാദിഷ്ടമായിരിക്കും, കുറച്ചുകൂടി സോഫ്റ്റായി. ഇതിങ്ങനെ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ സ്പ്രിങ് പോലെയാണ്. തിരിച്ചിങ്ങനെ നമ്മൾ ചില കേക്ക്സൊക്കെ സ്പഞ്ച് കേക്കിലൊക്കെ തൊടുന്ന പോലെയാണ് തിരിച്ചു വരും കൈ, അത്രയ്ക്ക് സോഫ്റ്റ് ആയിരിക്കും. ഇനി ബാക്കിയിരിക്കുന്ന മാവ് കൊണ്ടും ഇതേപോലെ പൊട്ടിച്ചു. അങ്ങനെ നമ്മുടെ 2 കുറ്റി പുട്ട് റെഡിയായി കഴിഞ്ഞു. ഇത് ലാസ്റ്റ് കുറ്റി. അങ്ങനെ 3 കുറ്റി, ഏകദേശം 3 കുറ്റി പുട്ട് നമ്മൾ ഈ അളവിൽ നിന്നും തയ്യാറാക്കുകയാണ്. തൊട്ട് നോക്കും, നിങ്ങൾക്ക് ശരിക്കും അത് ഉണ്ടാക്കി കഴിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ. വളരെ സോഫ്റ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും പരീക്ഷിക്കാൻ പറ്റിയൊരു കാര്യമാണ്. ഇതൊരു മരിച്ചീനി പുട്ട് കഴിക്കുന്ന പോലത്തെ ഒരു സ്വാദാണ് ഇതിന് കിട്ടുന്നത്. ഒരു പ്രത്യേക രുചിയാണ്, രുചിയും മണവുമാണ്. ഇത് നല്ല മീൻ കറിയുടെ കൂടെ കഴിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നല്ലൊരു ആവോലി മാങ്ങ കറി തയ്യാറാക്കിയിട്ടുണ്ട്. ആവോലി മാങ്ങ കറി നമ്മുടെ മൈദാ പുട്ടും കൂടി ചേർത്തൊന്ന് കഴിച്ചു നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഇതുപോലെ നിങ്ങളും തയ്യാറാക്കുക. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ നാടൻ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആവോലി മാങ്ങാക്കറിയാണ്. തേങ്ങ അരച്ച കറിയാണ്. അതിന് പകരം തേങ്ങാപ്പാലിൽ വേണമെങ്കിലും തയ്യാറാക്കാം. എന്തായാലും പരീക്ഷിക്കുക. രണ്ടാമത് കാണിച്ചതും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ സ്വാദിഷ്ടമായ മൈദാപ്പുട്ടാണ്. തീർച്ചയായിട്ടും 2 വിഭവങ്ങളും പരീക്ഷിക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.